ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കംബോഡിയ നിന്ന് വിയറ്റ്നാമിൽ പോവുകയാണ്. അത് എങ്ങനെയാ നമ്മൾ പോകുന്നത്? നമ്മൾ ബസ്സിലാണ് പോകുന്നത്. എടാ, ഇത് ബസ്സാണ്. ഇത് മിനി ബസ്. അപ്പൊ നമ്മൾ മിനി ബസ്സിലൊക്കെ പോവുകയാണ്. ഒരു റോഡ് ട്രിപ്പാണ്. കണ്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടാ പറയൂ. വിയറ്റ്നാമിൽ കേരളത്തിൽ നമ്മൾ പറയും പലയിടങ്ങളും നമുക്ക് ശരിക്കും സമാനമായി കേരളത്തിന്റെ ഒരു കാലാവസ്ഥ, കേരളത്തിന്റെ ഒരു പ്രകൃതി ഇതെല്ലാം നമുക്ക് വിയറ്റ്നാമിൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് യുദ്ധം, ആഭ്യന്തര പിന്നെ കുറെ കാലം കുറച്ച് പഴയ കാലത്ത് ചൈന, അമേരിക്ക, അപ്പൊ ഇങ്ങനെ യുദ്ധങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണായ ഒരു രാജ്യമാണ് ഒരു കാലത്ത് വിയറ്റ്നാം. അവിടുന്ന് ആഭ്യന്തര വിഭവങ്ങൾ കൊണ്ട് മാത്രം ആണ് അവർ പിന്നീട് അതിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തിയത്. ചേട്ടാ ഒരു കാര്യം, എനിക്ക് മുതലിറച്ചി കഴിക്കണം. മുതലിറച്ചി തീർച്ചയായിട്ടും വിയറ്റ്നാമിൽ കിട്ടും. അപ്പൊ അത് ഇതിനെ കുറിച്ച് എനിക്ക് അറിയൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ കടൽ വിഭവങ്ങളും മറ്റു ഇതെന്നെല്ലാം പറയുമ്പോ ചീങ്കണ്ണി മുതലെല്ലാം കടലിലായിരിക്കൂല, ആയിരിക്കില്ല. പക്ഷെ തീർച്ചയായും അവിടെ ജലാശയങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോ പിന്നെ ധാരാളം മുതലകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടുന്ന എന്റെ ഒരു പ്രതീക്ഷ. നിങ്ങളൊക്കെ കഴിക്കാൻ റെഡിയാണോ? ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അതാണ് നമ്മളിപ്പോ ഒരു പിറ്റ് സ്റ്റോപ്പ് എടുത്ത് ഇവിടെയാണ് ഈ കുറെ സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വെച്ച് കരിക്ക് മാത്രമേ കുടിക്കാം, ബിക്കോസ് ട്രാവലിംഗും ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിരുന്നു. കരിക്കെന്ന് പറഞ്ഞാൽ യമണ്ടൻ കരിക്കും. എന്റെ അമ്മോ, വലിയ കരിക്കും, നല്ല ടേസ്റ്റ്, ഭയങ്കര മധുരം. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്? എല്ലാം മീറ്റ് ടയര് കളികളാണ്. നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തേണ്ടി വന്നു, കാരണം നമ്മുടെ ചേട്ടന്മാർക്ക് മുള്ളാൻ പറ്റി. ഇതേ നോക്കിയേ, നമ്മുടെ ചേട്ടന്മാരിതാ ഇപ്പൊ നമ്മുടെ കംബോഡിയയില് പബ്ലിക് സ്ഥലത്തിരുന്ന് മുള്ളുവാണ്. എങ്ങനെയുണ്ട് മലയാളിയുടെ ഓപ്പൺ സ്പേസ് മുള്ളണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ അതും നടന്നു. ചേട്ടാ എങ്ങനെയുണ്ട്? ഗംഭീരം, അതിമനോഹരമായിട്ടുള്ള രാജ്യം. കംബോഡിയയിലെ ഗ്രാമപ്രദേശങ്ങളുടെ സഞ്ചാരം വളരെ ഹൃദ്യവും നല്ല അനുഭവമായിരുന്നു. വിയറ്റ്നാമിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു, പക്ഷെ നമ്മൾ വിയറ്റ്നാം എത്തിയിട്ടല്ലോ അല്ലേ ചേട്ടാ? വിയറ്റ്നാം കംബോഡിയ കംബോഡിയന്ന് ഇങ്ങോട്ട് എത്തുന്നതോറും മാറിയില്ലേ? വിയറ്റ്നാം അതിർത്തിക്ക് എത്തുമ്പോൾ ശരിക്കും കേരളത്തിലൂടെ പോകുന്ന പോലെ തമിഴ്നാടിന്റെ ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിപ്പം ലഞ്ചിന് വേണ്ടി ഒരു സ്ഥലത്ത് കയറി നോക്കിയിട്ട് ഒരു പാകിസ്ഥാനി ഫുഡാണെന്ന് തോന്നുന്നു. ഇപ്പം ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ പാകിസ്ഥാനി ഫുഡ്. ബിൻസു അപ്പൊ ഇവിടെ പാകിസ്ഥാനി ഫുഡ് അല്ലേ? പാകിസ്ഥാനി ഫുഡാണ്. അപ്പൊ ബിൻസു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ചിലപ്പോ ഒരു ബ്ലോഗ് എടുക്കണമെങ്കിൽ മനസ്സിലായിരുന്നു, ഹെൽപ്പ് ചെയ്യാനൊക്കെ. പറഞ്ഞാലും അവര് നമുക്ക് ടേബിളിൽ സെർവ് ചെയ്ത് തരും. അപ്പൊ ഇത് ബുഫേ അല്ലേ? പക്ഷെ അവരെ സെർവ് ചെയ്തോണ്ടിരിക്കും. ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പം ഒരു പാകിസ്ഥാനി ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. വലിയ സ്പ്രെഡ് ഒന്നും ഇല്ല, 2 കറികൾ പിന്നെ ഒരു റൊട്ടിയും റൈസും. അതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹൈവ ഫുഡിൽ വരുന്നതായിരിക്കും. അപ്പൊ ശരി, ഞാൻ കഴിച്ചു കഴിയട്ടെ. എങ്ങനെയുണ്ട് ലഞ്ചൊക്കെ? എങ്ങനെയുണ്ട്? സാബുൻ പായസം. സൂപ്പർ അല്ലേ? അതെ അവരോട് മിൽക്ക് ആൻഡ് റൈസ് എന്ന് പറഞ്ഞു. പുഡിംഗ് ആണോ ഇത്? പായസം പുഡിംഗ്. എന്താ കയ്യിലെന്തോ സാധനം? തക്കാളിയാ? ഇത് ഉള്ളിയാണോ? ചൈനീസ് കംബോഡിയൻ ഉള്ളി. ഓ, ഇത്രയും വലുത്. ഈ കംബോഡിയൻ എല്ലാത്തിനും കുറച്ച് സൈസ് കൂടുതലാണല്ലോ. കുറച്ച് ഇത്ര വലുതില്ല. ഇത് നമ്മുടെ നാട്ടില് ഇതിലൊക്കെ ഉണ്ട്, റിലയൻസ് മാളിലൊക്കെ ഉണ്ട്. ഓ, ഇത്ര വലുപ്പമില്ല. അത് നമുക്കറിയാം. ഇത്ര വലുപ്പമില്ല. ഒരു കൗതുകം തോന്നും. ഞാൻ പറഞ്ഞു ആണല്ലേ? കോൾ അടിച്ചല്ലോ, നല്ല ഉള്ളിയും കൊണ്ട് പോവാല്ലോ. ഇനി ഉള്ളി ഡാൻസ് ഉണ്ട്. ഉള്ളി ഡാൻസ്. ഓക്കെ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ
വിയറ്റ്നാമിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുവാണ്. അപ്പോൾ സീ യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സൗമാൻ. അപ്പം നമ്മളിതാ ഇപ്പോൾ വിയറ്റ്നാമിലാണ്. ആൻഡ് വി ആർ ഇൻ ഹോച്ചിമിൻ സിറ്റി. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നത്? എന്താ ബോയ് ബോയിങ്? അപ്പം നമ്മൾ ബോയ് ബോയിങ് വാക്കിംഗ് സ്ട്രീറ്റിൽ പോവുക. വിയറ്റ്നാമിലെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, എനിക്ക് തോന്നുന്നു നമ്മൾ സ്ട്രീറ്റിന്റെ തുടക്കം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ അമ്മോ, പൊളിയാണല്ലോ. ഭയങ്കര ഹാപ്പനിങ് ആണ് ഇവിടെ. എന്താ കൾച്ചർ, പലതരം ആൾക്കാർ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ഫുൾ ക്ലബിങ്, പാർട്ടി, ഡാൻസ്, പാട്ട്, മേളം, കൂത്ത് എല്ലാം ഉണ്ട്. സ്ട്രീറ്റിന്റെ നടുക്കവും ഭയങ്കര ഹാപ്പനിങ് ആണ്. പിന്നെ ഒന്നും അറിയൂല അവിടെ എന്തോ നടക്കുന്നതെന്ന്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ മെലോ ആയിട്ടുള്ളൊരു സൈഡിലെത്തി. വിയറ്റ്നാമിൻ്റെ ഈ സ്ട്രീറ്റ് ഇസ് സംതിങ് എൽസ്. എന്തായാലും കൊള്ളാം. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണിത്. മോശമൊന്നും കരുതണ്ട. ഇത് ഒരു കൾച്ചറാണ്. അത് വന്ന് കണ്ടിട്ട് പോയാൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, എക്സ്പീരിയൻസ് ചെയ്താൽ മതി. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് വന്ന്, നമ്മുടെ ടൂർ ഗൈഡ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കുക പർച്ചേസ് ചെയ്യാനായിട്ട്. ഓക്കെ then. Oh yeah, that is the moonwalk. Thanks for the compliment. Yeah, I'm a big fan of Michael Jackson, so yeah. I love Michael Jackson. Oh yeah, even I love Michael Jackson. Yeah. Hey. Oh yeah. Hello. കറക്റ്റ് കഷായോ ചേട്ടാ? എത്രേന്റെ കാപ്പിയാണിത്? 35,000. ജസ്റ്റ് 35,000 രൂപയുടെ കാപ്പിയാണിത്. 35,000 രൂപയുടെ കാപ്പി. 35,000 രൂപയിലാണ്. ഇവിടുത്തെ നല്ലത്, നല്ല കാപ്പി, നല്ല കാപ്പി. നല്ല സ്ട്രോങ്. ചേട്ടാ എന്തായിരുന്നു ഇപ്പൊ നടന്നത്? അത് ആർന്നെടുക്കണ്ടേ? ആർന്നെടുക്കണം. മറ്റൊന്നല്ല, നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് 35,000 രൂപയുടെ കോഫി കുടിക്കുന്നു. 35,000 രൂപയുടെ കോഫി കുടിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വരുമാനം ഉണ്ടാവണം. പിന്നെ മനസ്സിലായോ? അതെ. 35,000 രൂപയുടെ കോഫി കുടിക്കാൻ എവിടത്തേക്ക് വരണം? ഇവിടെ തന്നെ വരണം. ഹലോ ഗൈസ്, നിങ്ങളുടെ സ്വന്തം സൗമാൻ അഗൈൻ. നമ്മൾ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളതാ ഇപ്പം പുതിയ സ്പോട്ടിൽ എത്തിയേക്കുക. ഞാൻ ഇതിൽ നോക്കി ഞാൻ ഇതുപോലെ പറയാം. എന്തൊക്കെയാ ഞാൻ പറയുന്നതെന്ന് എനിക്ക് എന്തൊക്കെയല്ലേ. എന്തായാലും ഞാൻ പതുക്കെ റിവീൽ ചെയ്യാം. ഓക്കെ ഗൈസ്, എന്തായാലും ഇപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയാൻ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു കൂച്ചി ടണൽ. ഓക്കെ, അപ്പം കൂച്ചി ടണൽ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും എന്തുവാണെന്ന്. പീരു ചേട്ടാ, അപ്പോൾ നമ്മൾ എവിടെയാണ്? ഇതാണ് നമ്മുടെ ചുക്കി ചുക്കി ടണൽ എന്ന് പറഞ്ഞു ആണല്ലേ? 250 കിലോമീറ്റർ ഉണ്ടെന്ന് പറയണേ ഈ ടണൽ. അതിൽ നമ്മൾ 10-30 മീറ്റർ ടണലിൽ കൂടെ നമ്മൾ വരുന്നുള്ളൂ. ഇതൊരു വില്ലേജ് ഏരിയയിലേക്ക് ഇത് പോണത്. പക്ഷെ നമ്മളിപ്പം ടണലിൽ കയറിയിട്ടില്ല. ഇല്ല, നമുക്ക് അങ്ങോട്ട് പോണെങ്കിൽ കുറേ ദൂരം നടക്കണം. അത് പിന്നെ ബുദ്ധിമുട്ടാണ് എന്നാ നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇതാണ് കേവ്. എൻ്റെ അമ്മോ, ഇത് നമ്മൾ ഈ ക്ലോസ്ട്രോഫോബിയ എന്നൊരു സംഭവമുണ്ട്. അതുള്ളവർക്ക് ഇത് ഭയങ്കര പാടായിരിക്കും. ബിക്കോസ് ടൈറ്റ് സ്പേസിൽ. ഓ, 제발, no.
എന്തുവാണ് ചേട്ടാ ഒന്ന് പറഞ്ഞേ നല്ലപോലെ. ഇവര് ബങ്കറിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലിറങ്ങിയാൽ രണ്ട് ഭാഗത്തേക്കും നേരത്തെ പറഞ്ഞ 1 മീറ്റർ ഉയരത്തിലും 80 സെന്റിമീറ്റർ വീതിയിലുള്ള വഴി അങ്ങോട്ടേക്ക് പോകുന്നത് ബങ്കറിലേക്കുള്ള. അതിന്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങി പോകുന്നു. 20 മീറ്റർ വരെ ഡീപ്പില് 20 മീറ്റർ വരെ ഡീപ്പിൽ. ഇത് This is M41 tank. Oh, Binsu. Binsu, ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Maybe you can start a vlog of your own. നല്ല കാര്യമല്ലേ? ഇൻഫർമേഷൻ എനിക്ക് പറഞ്ഞു തരണം സീരിയസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇതെന്തുവാണ്? ഇത് N41 US വാറിന് വേണ്ടി യൂസ് ചെയ്ത ടാങ്ക് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. അമേരിക്കൻ M41. 1870. नई वीडियो चाहिए तो അതെ. താങ്ക്സ് ചേട്ടാ. take all the subjects Definitely. that we have seen here അതെ. and do it properly. Do it properly. You're a good videographer. Oh yes, I'm a good videographer. അതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറെ നോളജ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് ഐ എം നോട്ട് റിയലി ഗുഡ് ആറ്റ് ഇറ്റ്. അതാ, ഞാൻ ഒരു കാഷ്വൽ ഒരാളാണ്. പക്ഷെ അതിനാണ് എനിക്ക് നിങ്ങളെ പോലത്തെ കുറച്ച് പേര്. അയാള് വെള്ളം പഠിച്ചിട്ടാ ചെയ്യുന്നത്. അതെ അതെ. അതാണ് യൂഷ്വലി നെറ്റ് റെഫർ ചെയ്താൽ മതി ഗൂഗിൾ. അതെ അതെ. ഇപ്പം ChatGPTന്റെയും എല്ലാത്തിൻ്റെ കാലം. മെച്ചപ്പെട്ട ഡിഗ്രി കിട്ടി. അത് പിടിച്ചാലും അവര് ഇങ്ങനെ ഇതുകൊണ്ട് ഇത് അടിയിലത്തത് കൊണ്ട് ഇതാവുന്നു. സോ ഇത് നമ്മളെവിടെ മിലിറ്ററി വർക്ക്ഷോപ്പിൽ കയറുവാണ് ഗൈസ്. ഇവരിവിടെയാണോ ആമ്യൂണിഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്? 50 kg ബോംബ്, 203 mm ആർട്ടിലറി ഷെൽസ്. ഇതെന്തോ മൈൻ ആക്ടിവേറ്റർ. ഇതൊരു ട്രീ ആയിരുന്നു. അപ്പൊ അവര് ട്രീന്റെ അടിയിൽ ഈ മൈൻ ആക്ടിവേറ്റ് മൈൻ വെക്കും. എന്നിട്ട് അവരുടെ ആർമി വന്ന് ഇതാ കാല് ചവിട്ടുമ്പോ ട്രീ അല്ലേ അവരറിയില്ല അത് ട്രാപ്പാണ്. ഏറ്റവും മിഡിൽ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു റൗണ്ട് ഏറ്റവും മിഡില്, അതിനെ ചുറ്റി ഇങ്ങനെ ഒരു റൗണ്ട് അതിങ്ങനെയാണ്. അതില് ഏറ്റവും നടുക്ക് വെടിവെക്കുന്നവനാണ് ഷാർപ്പ് ഷൂട്ടർ. എല്ലാവരും കേട്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എൻ്റെ ഫ്രണ്ടായ ഇവിടെ നിന്ന് പരിചയപ്പെട്ട ബിൻസു തന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ബിൻസു. അതാണ് കൊറോണ സമയം ആയപ്പോഴാണ് എല്ലാവരും ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങി. ഫുഡ് ബ്ലോഗേഴ്സ്. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു കൊറോണ സമയമാണ്. ബെസ്റ്റ്. തിന്നാൻ മാത്രമല്ല ഞാൻ. പക്ഷെ ബിഗ് ബോസിൽ പോയപ്പോൾ കുറെ ചപ്പാത്തി ഉണ്ടാക്കാനും എല്ലാം പിടിച്ചായിരുന്നു. അതെ അതെ അതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എന്തോ വാർ മ്യൂസിയത്തിൽ നിൽക്കുന്നു. ബാവോ ടാങ് ചുങ് ടിറ്റ്സിയൻ ട്രെയിൻ വാർ എന്ന മ്യൂസിയം. ഞാൻ പറയുന്നത് കറക്റ്റാണോ? ചേട്ടാ ഹലോ. ഹായ്. അപ്പൊ എന്താണ് ചേട്ടാ ഇതെല്ലാം? പറയൂ. US എയർഫോഴ്സ്. ഓക്കെ, ഇവിടെ കുറെ മിലിറ്ററി വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു മ്യൂസിയം അങ്ങനത്തെ ഒരു കാര്യമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ഭയങ്കര ഹാപ്പനിങ് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിയണമെങ്കിൽ ലൈക്ക് ഇപ്പം മ്യൂസിയത്തിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ദിസ് ഇസ് എ റിയലി ഗ്രേറ്റ് സ്പോട്ട്. അയ്യോ ഞാൻ എന്തൊക്കെയാ പറയുന്നത്. അയ്യോ ഗൈസ്, എൻ്റെ വ്ളോഗ് ഞാൻ തന്നെ ഓക്വേർഡ് ആക്കുന്നുണ്ടല്ലോ. ഇവിടെ കുറേ ഇങ്ങനെ കണ്ടൊക്കെ ഇരിക്കാം. നല്ല മിലിറ്ററി ഗ്രേഡ് വെപ്പൺസ്. ചേട്ടാ നല്ല മിലിറ്ററി ഗ്രേഡ് വെപ്പൺസ്, വെഹിക്കിൾസ് എല്ലാം ഉണ്ട് ഇവിടെ. കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം.
എന്താണ് പരിപാടി? ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഈ മിക്സിൽ വന്നിട്ടേ ആ USA അടിച്ച് നിരത്തിയിട്ട് അവരുടെ സാധനങ്ങളെല്ലാം മിസ്റ്റേക്ക് സംഭവിച്ച് ഇവിടെ കളഞ്ഞിട്ട് പോയതാണ്. അല്ലാതെ അടിച്ച് പോർട്ടിട്ട് അവർ ഇട്ടുണ്ട് വെച്ചതാണ്. അതാണ് സംഭവം. കൊടുത്തിട്ട് പോയതല്ല. ആ കൊടുത്തിട്ട് പോയല്ല, ഇവര് വാങ്ങിച്ചു വെച്ച സംഭവമാണ്. ഒരു കംപ്ലൈന്റ് വന്നു മെഷീനൊക്കെ. ആ ഇവര് ഇങ്ങനെ ഒരു മെഷീൻ കണക്ക് അവർ പിടിച്ചടക്കി പറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതെ 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 അതെ. യുഎസിനെ സംബന്ധിച്ച് കാര്യം ഒരു പരാജയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷെ വിയറ്റ്നാം അതിപ്പോ നമ്മൾ നേരത്തെ അവിടെ കണ്ടു ഒരുപാട്. അതെ അതെ, നമ്മൾ മറ്റേ ടണലല്ലേ? അതെ, ഗൂച്ചി ടണൽ. ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. അതെ 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 അതെ, പിടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സത്യം. അവരെ കൊണ്ടുവന്ന ടാങ്കറും എല്ലാം. അതെ, ഇപ്പൊ ഇവിടെ നമ്മള് കുറച്ച് നേരമായിട്ടൊരു യുദ്ധമായോ അല്ലേ? അതെ അതെ അതെ. എന്ത് തന്നെയാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ രാത്രിത്തെ ഫുഡ്. ഇന്നലെ രാത്രി നമ്മൾ തന്തൂർ നല്ല ഇഡ്ഡലിയും സാമ്പാറും. അതെ അതെ അതെ, നല്ല ക്രിസ്പി വടയായിരുന്നു. അതാണ് അതാണ്. ഇപ്പൊ നല്ല നാടൻ ചോറും അതാണ്. അടിപൊളിയായിരുന്നു. നല്ല ഫുഡല്ല, ഫുഡെല്ലാം അടിപൊളി അല്ലേ? പറയാതിരിക്കാൻ. നമ്മള് ഇപ്പൊ ഇവിടുത്തെ റൂമൊക്കെ എന്തായാലും എല്ലാം സെറ്റാണ്. ഭയങ്കര സെറ്റാണ്. അതെ അതെ അതെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ലോങ് യാത്രയെന്നേ ഉള്ളു. നമുക്ക് സമയം ഉറക്കമൊന്നും അത്ര ശരിയാവുന്നില്ല. ആണെങ്കിൽ ദൂരം കൂടുതലും, സമയമാണെങ്കിൽ വളരെ കുറവ്. കണ്ണെത്തുന്നിടത്ത് മനസ്സും എത്തുന്നില്ല, മനസ്സെത്തുന്നിടത്ത് കണ്ണും എത്തുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൂട്ടിമുട്ടലിനിടയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ വിടില്ല. അടിപൊളി തന്നെ. പൊളിയല്ലേ? പിന്നല്ലാതെ പൊളിയാണ്. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊക്കെ എളുപ്പമായി കുറെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു എനിക്ക് ആകെപ്പാടെ കുറെ തുള്ളാനും ഡാൻസ് കളിക്കാനും കുറച്ചൊക്കെ അഭിനയിക്കാനും പിന്നെ നല്ല ഹൈ എനർജി ഒരു ആക്റ്റീവ് മനുഷ്യൻ, അതാണ് ഞാൻ. ഫുൾ പോസിറ്റിവിറ്റി. എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് പാടാണ്. പക്ഷേ എനിക്കിങ്ങനെ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ വിവരങ്ങൾ ഞാൻ അതിൽ കൂടെ വർദ്ധിപ്പിക്കും. അതാണ് എൻ്റെ പരിപാടി. ഇപ്പം തന്നെ ഉണ്ടല്ലേ, ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ എൻ്റെ വീഡിയോസ്, എൻ്റെ വ്ളോഗ്സ് നല്ലപോലെ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാരാണ് കിള്ളമാക്കുന്നത്. എനിക്ക് ആൾക്കാരുണ്ടെങ്കിൽ, നല്ല ആൾക്കാരാണെങ്കിൽ എനിക്ക് അവരുടെ കൂടെ നല്ല കോൺവെർസേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു നല്ല കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഗൈസ് വ്ളോഗ് ആകുമ്പോൾ നമ്മൾ പറയേണ്ട എല്ലാം പറയണം. എൻ്റെ വളരെ ഓണസ്റ്റാണ്, ഉള്ളതുപോലെ പറയുക ഞാൻ. അപ്പം ശരി, ഓക്കെ ഗൈസ്, നമ്മളിതാ ഇപ്പം വിയറ്റ്നാമിൽ ഒരു മാർക്കറ്റിലാണ്. എടാ, ഈ മാർക്കറ്റിന്റെ പേരെന്തോ? എടാ പോടാ, എന്തോ ബെന്തായ. എന്തായാലും നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് എന്നൊക്കെ പറഞ്ഞു പോർക്ക് സാൻഡ്വിച്ചസ് ഒക്കെ കഴിക്കണം. വിയറ്റ്നാമീസ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണം ഞാനിവിടെ എത്തിയത്. പക്ഷെ ഇവിടെ എവിടെയാണ്? അത് എക്സിറ്റ് ആണല്ലേ? അയ്യോ, ഹലോ. എന്തൊക്കെയോ സംഭവം. Is it banh mi? Banh mi, yeah. I want one banh mi. Yeah, this is. I want pork. Yeah. This one. Which one? Okay, sit down, please. Oh, okay. എടാ, നീ വേണമെങ്കിൽ നിന്റെ നോക്കിയിട്ട് വരണമെങ്കിൽ വരാം. ഇത് എൻ്റെ. Bánh mì thịt nướng đây con ơi. Okay guys, got it. Sao? No, I don't want drink. Thầy đâu? What about street food? Biểu ra đây nó hỏi gì kìa. Oh, okay. Sit down. Yeah. Okay, I'll have one grilled pork bread, banh mi, Bánh mì. with no. Yeah, and the thick no, barbecue pork. Yeah. Baby queen. Vô kệ, ê khoan đã. Hỏi nó có ăn này không? This one. And one thick no. Okay, sao? Yeah. Sao? This one. This and this. ഞാനിനി തിന്നിട്ട് സ്ട്രീറ്റ് ഫുഡ് വീഡിയോ കമ്മിങ് അപ്പ്. ഓക്കെ, ഞാനിപ്പോൾ നമ്മൾ വിയറ്റ്നാമിലെ ബെൻതാൻ മാർക്കറ്റിൽ നിൽക്കുകയാണ്. ഞാനിവിടെ വന്ന് എന്തിനാ അറിയുമ്പോൾ സുവനീഴ്സ് വാങ്ങിക്കാനും ഒന്നുമല്ല, സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനാണ്. ഇന്നലെ രാത്രി ഞാൻ
നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പം സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഡ്യൂ ടു സർട്ടൺ റീസൺസ്. അപ്പം ഞാൻ ഇപ്പം കഴിച്ചേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ മീ എന്ന ഒരു പോർക്ക് സാൻഡ്വിച്ച്, വിയറ്റ്നാമീസ് പോർക്ക് സാൻഡ്വിച്ച് കഴിക്കാനാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹൈവേഡ് ഫുഡിൽ ഇടുന്നതായിരിക്കും, യൂട്യൂബ് ഷോർട്സിലും വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ഞാനിനി എൻജോയ് ചെയ്ത് ആ പരിപാടി കഴിഞ്ഞിട്ട് ഓക്കെ. പോർക്കിൻ്റെ അടിപൊളി. പിന്നെ ഇതിലൊരു നൂഡിൽ സാലഡ് പോലൊരു സംഭവമുണ്ട്. പക്ഷേ നമ്മുടെ ബ്രെഡ് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. പക്ഷേ അത് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് മീറ്റാണ്. അതിൻ്റെ ഓരോ ഇതുമായി ടേസ്റ്റ് ചെയ്യണം. എല്ലാം കൂടെ വന്നപ്പോൾ കൊള്ളാം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇതിൻ്റെ ബ്രെഡ് കുറച്ച് ഡ്രൈ ആയിട്ട് ചെയ്യുന്നു. ഇത്രയാണ് നല്ല സംഭവം. പിന്നെ ഗൈസ് കുറച്ച് ബാർബിക്യൂ പോർക്കും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ നോക്കിയേ. It's called Nguyễn Huệ Walking Street. Wing Hei. Wing Hei Walking Street. Wing Hei. Okay. We are all going to walking street to the Vietnam. Okay. നമ്മളപ്പോൾ ഇപ്പം വുങ് ഹാങ് എന്നൊരു വാക്കിംഗ് സ്ട്രീറ്റിലാണ്. അപ്പം ഇവിടെ ഏതോ ഒരു ഫേമസ് മോണുമെൻ്റ് ഉണ്ടെന്ന് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഗൈസ്, ചെക്ക് ഔട്ട് ദ ഹോ ചി മിൻ സിറ്റി. Okay, this is Opera House. Opera House. Opera House. ഷീറ്റാണ്. ആ വളരെ നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലം തന്നെ. അത് മാത്രമല്ല ഒരു ശരിക്കുള്ള വാക്കിംഗ് സ്ട്രീറ്റ് അവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്തോ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ നടക്കുന്നതുകൊണ്ട് ന്യൂ ഇയറിന്റെ ആഘോഷം പ്രമാണിച്ചല്ലേ ഒരു മാസം. ഇനി ഇവിടെ പാർട്ടി സമ്മേളനം നടക്കുന്നുണ്ടോന്നറിയില്ല. പാർട്ടി കോൺഗ്രസ് നടക്കിയ കൂടാ. മനസ്സിലായി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നത്. പിന്നെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയം അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ കംപ്ലീറ്റ് പതാകകളും കാര്യങ്ങളും കാണുന്നത്. അതാണ് ശരിക്കും ഒരു കൊട്ടാരം മോഡൽ തന്നെയുണ്ട്. സത്യം. നല്ല ഫ്രെയിം അല്ലേ? അതെ ഒപ്പേറ ഹൗസ് എല്ലാം ഉണ്ട്. നല്ലൊരു വൈബ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. സത്യം. നമ്മൾ ആദ്യം വിചാരിച്ച വീടിനെ കുറച്ച് ബാംഗ്ലൂർ പോലെ ആയിരിക്കും. ആദ്യം നമ്മൾ അതെ ഇത് ഹോച്ചിമിൻ സിറ്റി അല്ലേ? ഹോച്ചിമിൻ സിറ്റി. Okay. Yes. Yeah, and you're from? I'm from Da Nang City. A small big city. In the center of Vietnam. How far is it from here? 1 hour by airplane. 1 hour by airplane. Oh, 1 hour by airplane. Yes. Oh, so it's pretty far then, I guess, by road. Yeah. That's fucking. Yeah. ചേട്ടാ ബാബു മോനല്ല സാബു മേനാ. അതെ നമ്മുടെ ബിഗ് ടി വി. അയ്യോ ബിഗ് ബോസില് ചേട്ടാ ബിഗ് ബോസില് ഉണ്ടായിരുന്നതല്ലേ? ചേട്ടനെ കുറെ നേരമായിട്ട് ഏറി കയറ്റുന്നുണ്ട്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതല്ലേ? അതെ ബിഗ് ബോസിൽ അയ്യോ നമുക്കൊന്നും അറിയാത്ത പോലെ അവിടെ ചിരി. അയ്യോ അങ്ങനെ പറയല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് ഏത് പങ്കെടുത്ത? അയ്യോ നമ്മളെ ബിഗ് ബോസ് വിശേഷം വിട്. ഇവിടെ എങ്ങനെയുണ്ട്? ഹോച്ചിമിൻ സിറ്റി എങ്ങനെയുണ്ട്? It is fantastic. Fantastic. Very nice. Yeah. ആണല്ലേ? It's the first city in our tour. Okay. Yeah. We have already finished the 5 countries. Yeah. 5 countries. Yeah. Done and dusted. This is the last one. അതെ. Yeah. Anyway, it's very fantastic. It's a live city. Yeah, it's a pretty live city. Really, സത്യം. really. അതാണ്. Yes. Yeah. We thanks to our group, Trinity Group. പിന്നെ Really fantastic. ഗുഡ് മോർണിംഗ് ഗായ്സ്. നിങ്ങളെ സ്വന്തം സൗദാനാണ്. നമ്മളിതാ ഇന്ന് തിരിച്ച് പുറപ്പെടും. ബാക്ക് ടു ഇന്ത്യ, ബാക്ക് ടു കേരള, ബാക്ക് ടു നമ്മുടെ
ആദ്യം കൊച്ചി പോകും, ബാക്ക് ടു കൊച്ചിയിലാണ് പോകുന്നത്. എന്നിട്ട് നാളെ തിരുവനന്തപുരം വരുന്നതായിരിക്കും. അപ്പൊ എന്താ എവിടെയാ നമ്മൾ നിൽക്കുന്നത്? ചൈനീസ് ടെമ്പിൾ അല്ലേ? അത് നമ്മൾ അതിനെന്തോ പറയുമല്ലോ, എന്തോന്ന് പഗോഡയോ? ആ, നമ്മളിതാ ഇപ്പൊ പഗോഡയിൽ നിൽക്കും. ഏതാ ഇത്? ഷിപ്പിംഗ് സെന്റർ ആണ്. ഓ, അപ്പൊ ചൈനീസ് ടെമ്പിൾ അല്ലേ? അയ്യോ, പേപ്പർ ഫാൻ ആണോ? What do you call them? What do you call them? Hi. Oh, so I'm a She's a vlogger. yeah. So what do you call them? It's Paper fan. fans of. You call paper fan. So how do you use it? Oh, it's like this. ഇത് നമ്മളുടെ നോർമൽ ഇൻസെൻസ് സ്റ്റിക്ക്. ബുദ്ധിസം എന്ന് പറഞ്ഞാൽ കൂടുതൽ എല്ലാം ഡെയിലി എല്ലാരും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാരും എല്ലാം ദിവസം ഇവിടെ കത്തിച്ച് പോവും. ഇത് ചില 2 ദിവസം കഴിഞ്ഞ് വരാണ്ട് അങ്ങനെ. പക്ഷെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് ഇതിന്റെ ഇതാണ്. ഇവിടുത്തെ അതൊരു ഇൻസെൻസ് സ്റ്റിക്കാണ്. ഓക്കെ, അഗർബത്തി. ഓ, അതിങ്ങനെ ബേൺ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ? ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്താ പറയുന്നറിയോ, ഇവിടുത്തെ ബിസിനസ് ആൾക്കാരില്ലേ, മാസങ്ങളൊക്കെ അവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ അവര് വന്നിട്ട് കത്തിക്കുന്ന ഇതാ ഇൻസെൻസ് സ്റ്റിക്കാ ഇത്. അപ്പൊ അവർക്ക് ഡെയിലി അറ്റാച്ച്മെന്റ് ഈ അമ്പലത്തിൽ കാണുന്നു. അപ്പൊ അവര് ഇത് കത്തിച്ചപ്പോ 1-2 മാസം, ഇത് അത്ര മാസം വരെ കാണും. അത്ര മാസം വരെ. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം വരുമ്പോ പിന്നെ ഇങ്ങനെ ഡെയിലി അറ്റാച്ച്മെന്റ്. നമ്മുടെ ചങ്ങാതി ബ്ലോഗർ ഉണ്ടല്ലോ, അവനിത് മനോഹരമായിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതിന് ചരിത്രങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ, എന്താ കാര്യം? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകെ വരും. അതെ അതെ. ഇപ്പൊ നമ്മൾക്ക് ബസ്സിൽ കയറാൻ നേരമായതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇതുവരെ കണ്ടിട്ടുള്ള അമ്പലങ്ങളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, ഏതൊരു പുണ്യക്ഷേത്രങ്ങളിൽ നമ്മൾ ചെരുപ്പിട്ടിട്ട് കയറാൻ. ശരിയാണ്. അതെ 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 അതെ. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനാണ് വന്നത്. നമ്മൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കാണാനായിട്ട് വന്നതാണ്. ഞാൻ പോയുണ്ടല്ലോ ഒരു കത്തൊക്കെ അയച്ചിട്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. നമ്മുടെ ചേട്ടൻ ഇവിടെ പാട്ട് പാടാനായിട്ട് നിൽക്കുവാണ്. മലയാളം പാട്ട്. പുള്ളിക്ക് ഗിറ്റാറിൽ പിടിക്കാൻ പറ്റൂ, ഇലക്ട്രിക് ഗിറ്റാറിന്. അയ്യോ, ഇത് കോമഡി ആയിരിക്കും. Welcome to the Hotel California. Such a lovely place, such a lovely place, such a lovely place. എങ്ങനെ ഹാപ്പി അല്ലേ? വിയറ്റ്നാമിൽ വന്ന് വിയറ്റ്നാം യാത്ര എല്ലാം കൊണ്ട് സക്സസ് ആയി. കണക്ട് ചെയ്യണം. എനിക്ക് ഏറ്റവും ചിരി വന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ, ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു ഇങ്ങനെ. അപ്പൊ ഗൈസ്, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എൻ്റെ ഏഷ്യൻ ടൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. ആദ്യം കൊച്ചിയിലേക്ക്. അപ്പോൾ ഇപ്പം ഞാൻ മലേഷ്യൻ എയർപോർട്ടിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്ളോഗ്സൊക്കെ കിടിലമായിട്ട് എൻജോയ് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതിലും ബെറ്റർ ആയിട്ടായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഈ വ്ളോഗ്സൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കൂടെ ഉണ്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. അപ്പം
എല്ലാം കൂടെ വെച്ചായിരുന്നു എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നോക്കാനായിട്ട്. അപ്പം ഒരു സൈഡിൽ എനിക്ക് എൻ്റെ ബ്ലോഗ്സ് ഫോക്കസ് ചെയ്യണം, പക്ഷേ മറ്റേ സൈഡിൽ എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാം പറഞ്ഞു